എൻ്റെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനച്ചോട് ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഞാനിങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥിക്കണമൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും നമുക്കറിയാം, ഈ വലിയ വിഷമമൊക്കെ വരുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതാണ് നമുക്കുള്ള സൊല്യൂഷൻ. അതാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതും അതൊക്കെ തന്നെയാണ്. ശരിക്കും ഒന്ന് പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കിയേ. എനിക്ക് അങ്ങനത്തെ അനുഭവം കുറച്ച് അധികം തവണ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയാണ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്നറിയാമെങ്കിലും നല്ല അസ്വസ്ഥത വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനച്ചോട് ഇങ്ങനെ ഷെയർ ചെയ്തു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, വല്ല ടെൻഷനൊക്കെ ആണോ? ഞാൻ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ ടെൻഷനല്ല, പക്ഷേ മൈൻഡ് അങ്ങ് ഫ്രീ ആവണില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, പോയിരുന്ന് പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞല്ല, അത് പറയാനാണ് വന്നത്. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈ അസ്വസ്ഥത കാരണം. പള്ളിയിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോയി ഇരുന്നാലും പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്നെ പിന്നെ ഉപദേശിച്ചു, അങ്ങനെ ചിന്ത വന്നാൽ ആ ചിന്ത പോലും പ്രാർത്ഥനയായിട്ട് കൊടുക്ക്. അല്ലേ, നല്ല ഉപദേശമൊക്കെയാണ്, പക്ഷേ എന്നെ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നി, എന്നാൽ ഈ പ്രശ്നം തന്നെ അങ്ങ് കെട്ടടങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം. എന്തായാലും ഈശോയ്ക്ക് ഈ കാര്യം അറിയാമല്ലോ. ഇപ്പം എനിക്ക് എന്തായാലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഈശോയ്ക്ക് അറിയാം. തന്നെ ഇതങ്ങ് കെട്ടടങ്ങിക്കോളും, ഇതിനൊരു സൊല്യൂഷൻ ഈശോ തന്നോളും. അത് കഴിയുമ്പോൾ ഈശോയ്ക്ക് നമുക്കൊരു നന്ദി പറയാമെന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. പ്രിയപ്പെട്ട സൗരങ്ങളെ, അച്ഛൻ ഈ കാര്യം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നം, ആ അസ്വസ്ഥത, അതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി. വലിയൊരു അത്ഭുതം പോലെ അത് മാറി. ഇതിൻ്റെ ക്ലൈമാക്സിൽ സംഭവിച്ച കാര്യം വലിയൊരു അനുഗ്രഹം പോലെ, ആ അസ്വസ്ഥത ഈശോ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റി. ഞാനിപ്പോൾ ഈ അച്ഛനോട്, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വരാൻ പോകുന്നത് എനിക്കുണ്ടായ അസ്വസ്ഥതയെക്കുറിച്ചല്ല, നമ്മളൊക്കെ കോമൺ ആയിട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അസ്വസ്ഥതയോ സങ്കടമോ ഒക്കെ വരുമ്പോൾ, ടെൻഷനൊക്കെ വല്ലാണ്ട് കൂടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. ശരിക്കും നമുക്കുള്ള വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈശോയ്ക്കും ഇങ്ങനെയൊക്കെ പറ്റി, അസ്വസ്ഥതകളൊക്കെ പറ്റി. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നില്ല, ഗെത്സമൻ തോട്ടത്തിലെ എപ്പിസോഡ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മത്തായി 26, 36 മുതൽ 46 വരെ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈശോ ശരിക്കും അസ്വസ്ഥപ്പെടാൻ തുടങ്ങി, ദുഃഖിതനാവാൻ തുടങ്ങി. എന്നിട്ട് ഈശോ ഉടനെ ചെയ്തെന്നറിയോ? പെട്ടെന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. തൻ്റെ പ്രിയപ്പെട്ട 3 കൂട്ടുകാരുണ്ടല്ലോ, പത്രോസ്, യാക്കോബ്, യോഹന്നാനും, ഇവരോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിരുന്നു, ഇവരോട് കൂടെ വരാൻ പറഞ്ഞു. ഇങ്ങനെ ഗെത്സമൻ തോട്ടത്തിലെ എപ്പിസോഡൊക്കെ അറിയാമല്ലോ. നമ്മളും ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന പോലെയൊക്കെ തന്നെ നിങ്ങളും, നമ്മളെല്ലാവരും അതെ. ഇപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായി, ഒരു അസ്വസ്ഥത ഉണ്ടായി, ഒരു വിഷമം ഉണ്ടായി, ഒരു സുഖമില്ലാത്ത ഒരു പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട് പറയും, എടാ ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിലാണ്. അവരത് കേൾക്കും. പത്രോസ്, യാക്കോബ്, യോഹന്നാനും ഒക്കെ നൈസായിട്ട് കേട്ട്, എന്നിട്ട് നൈസായിട്ട് കിടന്നുറങ്ങി. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവണമെന്നൊന്നുമില്ല. അവരവരുടെ ലോകത്തിൽ ചിലപ്പോഴായിരിക്കും അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന കാഠിന്യം, സങ്കടം, വേദന ഒന്നും മനസ്സിലാവുന്നുണ്ടല്ല. ഈശോ ഇത് പറഞ്ഞു, അവർക്ക് എന്തോ മനസ്സിലായതനുസരിച്ച് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു. ഈശോ എന്നാ ചെയ്ത അടുത്ത കാര്യം? മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലെ ഈ ഗെത്സമൻ എപ്പിസോഡ് വായിക്കുക. ഈശോ അസ്വസ്ഥനായി, ദുഃഖിതനായി കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അതിനുശേഷം തീവ്രമായി പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ ഒരു അസ്വസ്ഥത വന്നപ്പോൾ, ഒരു ദുഃഖം വന്നപ്പോൾ പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്തത്, കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. എന്നോട് ഈ കൂട്ടുകാരനച്ഛന് ഞാൻ പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും ആരാധനയ്ക്ക് പോയിരിക്കുക. അവിടെ ആ ഇരിക്കുന്നതിൻ്റെ പേരിൽ അതൊരു തീവ്രമായ പ്രാർത്ഥനയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സമയത്തും ഞാൻ എന്നെ തന്നെ ബലം പ്രയോഗിച്ച് ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് തീവ്രമായൊരു പ്രാർത്ഥനയാണ്. ഞാനും എൻ്റെ ഈശോയും മാത്രമുള്ളൊരു ബലം പിടിക്കുന്ന സമയം. ഗെത്സമൻ തോട്ടത്തിൽ ശരിക്കും ഈശോ അത് തന്നെയല്ലേ ചെയ്തത്? പിതാവുമായിട്ട് അങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണ്. ഈ സുവിശേഷങ്ങളൊക്കെ ഒരുമിച്ച് വായിക്കുമ്പോൾ ഈശോ മുട്ടുകുത്തുന്നു, എഴുന്നേൽക്കുന്നു, കിടക്കുന്നു, കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നു, പാറ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ടെൻഷനോടും കൂടെ ഈശോ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചു? നല്ല കഠിനമായിട്ട് പ്രാർത്ഥിച്ചു. ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ 872-ാമത്തെ പാരഗ്രാഫിൽ, 872-ാമത്തെ ലിഖിതത്തിൽ ഫൗസ്റ്റീനാമ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കൊരു മന്ദത, നമുക്കൊരു അസ്വസ്ഥത, നമുക്കൊരു ടെൻഷൻ, ആകുലതയൊക്കെ വരുമ്പോഴത്തേനും കുറേയും കൂടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്കാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുക. അതായത് നമുക്കിപ്പോൾ ഒരു അസ്വസ്ഥതയും മുമ്പ് പറഞ്ഞ പോലെ, ഈ അസ്വസ്ഥത എന്നുള്ള വാക്ക് കുറേ തവണ ഉപയോഗിക്കുന്നുണ്ട് തോന്നല്ലേ. അസ്വസ്ഥതയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ ഒരു ഹിതം അറിയാൻ പറ്റുന്നില്ല. ഫൗസ്റ്റീനാമ പറഞ്ഞു തരികയാണ്, അങ്ങനെയുള്ള സമയങ്ങളിൽ ശരിക്കും ഫൗസ്റ്റീനാമയോട് ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഡയറിയിൽ. അസ്വസ്ഥതയും മന്ദതയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴത്തേനും കൂടുതൽ തീക്ഷ്ണതയോടെ മടി കൂടാതെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുകയെന്ന്. ആ സമയത്താണ് ശരിക്കും നല്ല തീരുമാനം എടുക്കാൻ പറ്റുകയെന്ന്. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ പ്രാർത്ഥന ഇട്ടേച്ചു പോകല്ലേ വേണ്ടത്, പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടണം. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ ഏറ്റവും മാനുഷികമായിട്ട് ഏറ്റവും അസ്വസ്ഥത കൂടി നിൽക്കുന്ന സമയത്ത് ഇട്ടേച്ചു പോകല്ല, കൂട്ടുകാരോട് പറഞ്ഞു നോർമലായിട്ട്. പക്ഷേ ഈശോ കഠിനമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോയുടെ നമുക്കെക്കുറിച്ചുള്ള ഹിതം നിറവേറാൻ പറ്റുക. ഏറ്റവും കംഫർട്ടബിളായിട്ടിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴല്ല കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത്. ചിലപ്പോൾ ഏറ്റവും തീ പൊള്ളുന്ന അനുഭവത്തിൽ, ദാനിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, 3-ാമത്തെ അധ്യായത്തിൽ തീ ആളിക്കത്തുകയാണ്. 7 ഇരട്ടി കത്തുന്ന സമയത്താണ് ഈ 3 പിള്ളേർ ഷദ്രാക്കും മെഷാക്കും അബേദ്നെഗോയും ദൈവത്തെ വാഴ്ത്തി പാടി മഹത്വപ്പെടുത്തുകയാണ്.
രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോഴല്ല, വീട്ടിൽ കോസി ചെയറിലിരിക്കുന്ന സമയത്തല്ല, തീ പൊള്ളുന്ന സമയത്ത് ആരാധിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 16 നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അപ്പസ്തോല പ്രവർത്തനത്തിലെ പല അധ്യായങ്ങളും കാണുന്നുണ്ട്. പൗലോസ്ലിഹയുടെ എപ്പിസോഡുകളൊക്കെ വായിച്ചു നോക്കിയാൽ ഈ പൗലോസ്ലിഹയും സീലാസും കൂടെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നവർ പാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പസ്തോലർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി, ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്നൊക്കെ നമ്മൾ പാടി പ്രാർത്ഥിക്കാറില്ലേ? ശരിക്കും കംഫർട്ടബിളായിട്ട് നിൽക്കുമ്പോഴല്ല, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർ ദൈവത്തെ ആരാധിച്ചു. നമുക്ക് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വാക്കുപോലെ വല്ലാത്ത അസ്വസ്ഥതയിലായിരിക്കും. എത്ര തവണ അച്ഛൻ അസ്വസ്ഥത എന്ന് പറയുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടുന്നുണ്ടാവും. എന്ത് തന്നെ ആയാലും ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെപ്പോലും ഈശോ ഇന്ന് ഇത് നിങ്ങളെ കേൾപ്പിച്ചില്ലേ? എന്നോടും ഈശോ തന്നെയല്ലേ സംസാരിക്കുന്നത്? അച്ഛന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ബലം പ്രയോഗിച്ച് കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല വഴി ആരാധനയ്ക്ക് പോയിരിക്കുക. ചുമ്മാ അവിടെ ഇരുന്നു. അത് നമ്മളെ തന്നെ ഒന്ന് മസിൽ പിടിച്ച് പോയിരിക്കുന്നതാണ്. ഈശോ അതിന് ഉത്തരം തരും. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഫൗസ്റ്റീനാമ്മ പറഞ്ഞ പോലെ 872 പാരഗ്രാഫിൽ ആ ഡയറിയിൽ പറഞ്ഞ പോലെ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നത് അങ്ങനെയുള്ള സമയത്താണ്. തീരെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്ക് ആത്മാവിൻ്റെ ആ ഒരു വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ അസ്വസ്ഥതകളും ഈശോയുടെ നാമത്തിൽ മാറട്ടെ. എല്ലാ സങ്കടങ്ങളും ഈശോയുടെ നാമത്തിൽ മാറട്ടെ. എല്ലാ വേദനകളും ഈശോ എടുത്തു മാറ്റട്ടെ. ഈശോ ഏറ്റെടുക്കട്ടെ. ആ കൃപയിൽ കർത്താവിനോട് കൂടുതൽ അടുക്കുക. ഈ വേദനകൾ നിന്നെ ഈശോയോട് കൂടുതൽ അടുപ്പിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.